അട്ടപ്പാടിയിലെ മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി കർണാടക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അട്ടപ്പാടി സന്ദർശിച്ചു. അതേസമയം പാലക്കാട്ട് റെസ്റ്റോറന്റ് തകർത്ത സംഭവത്തിലെ പ്രതികളെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അട്ടപ്പാടിയിൽ സൈലന്റ് വാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് നേരെ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ അവരുടെ വനപ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി കർണാടക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഇന്നലെ അട്ടപ്പാടി സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. കർണാടകയിലെ വനപ്രദേശങ്ങൾ താവളമാക്കി പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റുകളാണോ സംഭവത്തിന് പിന്നിലെന്ന് അന്വേഷിക്കുന്നതിനാണ് സംഘം അട്ടപ്പാടിയിലെത്തിയത്. എന്നാൽ സൈലന്റ് വാലി സംഭവത്തിലെ അക്രമികളെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് സ്ഥിരീകരിക്കാനായില്ല. അട്ടപ്പാടിയിലെ ഉൾക്കാട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പോകാൻ സാധിക്കുമെന്നതിനാലാണ് ഈ മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നത്. ഇതിനു പുറമെ പാലക്കാട് KFC, മക്ഡൊണാൾഡ് ഭക്ഷണശാലകൾ ആക്രമിച്ച സംഭവത്തിൽ ദേശീയ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബഹിരാഷ്ട്ര കമ്പനികളുടെ വിപണന കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും അക്രമമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേസിൽ റിമാൻഡിലായ അരുൺ ബാലനെയും ശ്രീകാന്തിനെയും സുരക്ഷാ കാരണങ്ങളാൽ വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായി അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. റിപ്പോർട്ടർ, പാലക്കാട്.